ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചക്കക്കുരു കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 2 പിടിയോളം ചക്കക്കുരു ഞാൻ എടുക്കുന്നുണ്ട്. അതായത് ഒരു 8-10 ചക്കക്കുരു എടുക്കാം. എന്നിട്ട് അതിൻ്റെ തൊലി പുറത്ത് ആ ഒരു വൈറ്റ് സ്കിന്ന് മാത്രം റിമൂവ് ചെയ്താൽ മതി. എന്നിട്ട് ഒരു ചക്കക്കുരു ഒരു 3-4ആയിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പിടിയോളം ഉണ്ടായിരുന്നു കേട്ടോ കട്ട് ചെയ്തപ്പോൾ. അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാടങ്ങ് ഉടഞ്ഞു പോകണ്ട, എന്നാൽ നന്നായി വേവുകയും വേണം. ഉടയുന്ന പരുവാവണം, എന്നാൽ അങ്ങ് കുഴയുന്ന പരുവാവുകയും ചെയ്യരുത്. ആ ഒരു രീതി കേട്ടോ. അപ്പോൾ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവൊന്നും ഒരുപാട് കൂടരുത്, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പിട്ട് തന്നെ വേവിക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഞാനൊരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വേവുള്ള ചക്കക്കുരുവാണ്, അതുകൊണ്ട് തന്നെ ഒരു 2 വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഉടഞ്ഞ് കുഴയുന്ന പരുവാവരുത്, വെള്ളത്തിലിങ്ങനെ കലങ്ങി പോകുന്നൊരു പരുവാവരുത്. ചക്കക്കുരു വേവ് കുറഞ്ഞ ചക്കക്കുരുവൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതൊക്കെ ആകുമ്പോൾ നമുക്കറിയാമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വിസിൽ കേൾപ്പിച്ചെടുത്താൽ മതി. ഇത് അത്യാവശ്യം വേവുണ്ട്, അതുകൊണ്ടാണ് ഞാനൊരു 2 വിസിൽ കേൾപ്പിച്ചത്. അപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വിസിലൊക്കെ അടിച്ചതിന് ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. എല്ലാം അതായത് ഉപ്പും മുളക് പൊടിയും എല്ലാം ഇട്ടിട്ട് വേണം വേവിക്കാൻ, എന്നാലേ നമ്മുടെ ചക്കക്കുരുവിൻ്റെ ഉള്ളിലേക്ക് ആ ഉപ്പും മുളക് പൊടിയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അത്യാവശ്യം എരിവും ഉപ്പും എല്ലാം പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമുണ്ട് കണ്ടോ, ഒന്ന് ഉടഞ്ഞു പോയിട്ടില്ല. അപ്പം നമുക്കൊരു 1-2 എണ്ണം അതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം, ചെറിയൊരു കറിക്ക് ഒരു കുറുകലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങയിലയാണ്. നല്ലൊരു 2 പിടിയോളം മുരിങ്ങയില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ മുരിങ്ങയില ഒന്ന് സോഫ്റ്റായി കിട്ടും. മുരിങ്ങയില അങ്ങ് ഒരുപാട് കൂട്ടണ്ട, അതുപോലെ തന്നെ ചക്കക്കുരുവും അളവ് ഒരുപാട് കൂട്ടണ്ട കേട്ടോ. ഈ ഒരു പരുവത്തിലാകുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക നമ്മുടെ കറിക്ക്. ചക്കക്കുരു ഒരുപാടായി കഴിഞ്ഞാൽ ഓവറായിട്ട് അങ്ങ് കുറുകിപ്പോവും, അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക, അപ്പോഴാണ് ശരിക്കും കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടുക. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഒരു പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട്. ഞാനൊന്ന് പൾസ് മോഡിൽ കറക്കി എടുത്തതാണ് കേട്ടോ. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ്. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1-2 ചെറിയ ഉള്ളിയും 1-2 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഞാനൊരു 3-4 ഇടുന്നുണ്ട്. നല്ല വലുതാണെങ്കിൽ ഒരെണ്ണം മതി, ഇല്ലെങ്കിൽ ഒരു 1.5 2 ഒക്കെ എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം. നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക, ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോഴത്തേനും നമ്മുടെ മുരിങ്ങയിലേക്ക് ഒന്ന് സോഫ്റ്റായി വരുന്നുണ്ട്. നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരുവും തേങ്ങയും നമ്മൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ കറി ഇരുന്നാൽ നന്നായിട്ട് കുറുകും. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കുക കേട്ടോ. ഓവറാക്കി തിക്കാക്കി വെക്കരുത്, ഇരിക്കുമ്പോൾ ഒരുപാട് തിക്കാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ലൂസാക്കിയിട്ട് വേണം കറി എടുക്കാൻ. അപ്പം ദാ നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ മിക്സിയുടെ ജാറ് തന്നെ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്, പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാൾ. അപ്പോൾ ഇത് എന്നിട്ട് തിളയ്ക്കണം, നന്നായിട്ടൊന്ന് തിളച്ച് ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. അപ്പം ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം അത്യാവശ്യം തിക്കാണ് നമ്മുടെ കറി. അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറച്ച് എരിവ് വേണം, എന്നാൽ ഓവർ എരിവാവുകയും ചെയ്യരുത്. ചെറിയ ഒരു എരിവും വേണം, എന്നാലാണ് ഈ കറിയുടെ ശരിക്കുള്ള ഒരു സ്വാദ് കിട്ടുക കേട്ടോ. ഇനി ഇതൊന്ന് തിളയ്ക്കണം. 1-2 ചക്കക്കുരുവൊക്കെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. എല്ലാം ഉടച്ചെടുക്കരുത്, നമുക്ക് കടിക്കാൻ കിട്ടണം. എന്നാൽ 1-2 എണ്ണമൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് ആ ഒരു ടേസ്റ്റും കിട്ടും, കുറച്ചൊരു കുറുകലും ഒക്കെ കിട്ടും കേട്ടോ. ഈ തേങ്ങയുടെ അരപ്പ് ചേർത്ത് പിന്നീട് ഒരുപാടിട്ടങ്ങ് തിളപ്പിക്കുകയൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. ഒന്ന് ചൂടായി വരുമ്പോൾ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഒരുപാടിട്ട് വെട്ടി തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ മുരിങ്ങയിലയൊക്കെ ഓവർ വെന്ത് പോവും. അതുകൊണ്ട് തന്നെ
അതുപോലെ പിരിയുന്ന പോലെയൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. അത്രയും മതി. ആ തിള വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഒത്തിരി കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു 4-5 ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കനം കുറച്ചുള്ളത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നന്നായിട്ട് മൂത്ത് കിട്ടണം കേട്ടോ. കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വരും. അതാണ് അതിൻ്റെ ഒരു പരുവം. ഉള്ളി നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ഒരു വറ്റൽമുളകാണ് 2ആയിട്ട് കട്ട് ചെയ്ത് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ട് മൂത്തിട്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെയൊക്കെ ഇടുമ്പോൾ വറ്റൽമുളകങ്ങ് ഒരുപാട് മൂത്ത് പോകും കേട്ടോ. കരിഞ്ഞു പോകണ പോലെ ആവും. കാരണം ആ ഉള്ളി മൂത്ത് വരുന്ന സമയം കൊണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരിത്തിരി മുളക് പൊടി ആ ചൂടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ക്യുക്കായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം തന്നെ കറിയിലേക്ക് താളിച്ച് കൊടുക്കുക. ഒരുപാട് നേരം അതിലിട്ടേക്കരുത്. ആ ഒരു ചൂടിൽ, ആ എണ്ണയുടെയൊക്കെ ആ ഒരു ചൂടിൽ ആ മുളക് പൊടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ താളിച്ച് കൊടുക്കുക. ഫ്ലെയിം ഓണാക്കി വെച്ചിട്ട് ഒരിക്കലും മുളക് പൊടി ചേർത്ത് കൊടുക്കരുത്. പൊടി കരിഞ്ഞു പോവും, കയ്പ്പ് രസം വരും, കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. മുളക് പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം തന്നെ കറിയിലേക്ക് താളിച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. മുളക് പൊടി ഇതുപോലെ ചേർത്ത് കൊടുക്കുന്ന ഓപ്ഷണലാണ്. ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്വാദും കിട്ടും. അതുപോലെ തന്നെ ചെറിയൊരു എരിവും കിട്ടും. എന്ന് കരുതി അളവങ്ങ് ഒരുപാട് കൂടിപ്പോകരുത്. എരിവ് കൂടിപ്പോവും. അത് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. നാടൻ റെസിപ്പീസിനൊക്കെ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും. അപ്പോൾ ഇപ്പോൾ എല്ലാ വീട്ടിലും ചക്ക ഉണ്ടാവും അല്ലേ. അപ്പോൾ ചക്കക്കുരുവും മുരിങ്ങയിലയും എല്ലാ വീടുകളിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള പച്ചക്കറികളൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഒരു കറി മാത്രം മതി കേട്ടോ ചോറിനാണ്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ ഉള്ളിയൊക്കെ മൂപ്പിച്ചിടുന്നത് ഒഴിവാക്കരുത് കേട്ടോ. അതൊക്കെ മൂപ്പിച്ചിടുമ്പോഴാണ് ആ കറിക്ക് ശരിക്കും ആ ഒരു സ്വാദ് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ചക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. ചക്കക്കുരു കൊണ്ടും ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഇട്ട വീഡിയോസൊക്കെ അതിൽ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പോൾ ഡൗട്ട്സൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതിയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. മറ്റൊരു വ്യത്യസ്തമായ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.